അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 40% ഓഫ് സ്വീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോൺഫെക്ഷനറി ആർ റെഡ് ആൻഡ് റിമൈനിങ് ഗ്രീൻ. ദേ ആർ മിക്സ്ഡ് ആൻഡ് സോൾഡ് ഇൻ പാക്കറ്റ്സ് ഓഫ് 5 സ്വീറ്റ്സ്. Out of 2500 such packets, in how many do you expect to have exactly 2 red sweets? B. More than 4 red sweets. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണത്? 40% ഓഫ് സ്വീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തേക്കണത് ഒരു കോൺഫെക്ഷനറിയിൽ. അപ്പോൾ അതിൽ റെഡും ബാക്കിയെല്ലാം ഗ്രീനുമാണ്. 40% റെഡും ബാക്കിയെല്ലാം ഗ്രീനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ മിക്സ്ഡ് ആൻഡ് സോൾഡ് ഇൻ പാക്കറ്റ്സ് ഓഫ് 5 സ്വീറ്റ്സ്. അപ്പോൾ 5 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? മിക്സ് ചെയ്ത് സോൾഡ് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ, അതായത് സ്മോൾ എന്നിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്? 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്മോൾ എന്നിൻ്റെ വാല്യൂ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കേസ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്? ഔട്ട് ഓഫ് 2500 സച്ച് പാക്കറ്റ്സ് ഇൻ ഹൗ മെനി ഡു യു എക്സ്പെക്ട് ടു ഹാവ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഔട്ട് ഓഫ് 2500 എന്ന് പറയണത് നമ്മളുടെ എന്താണ്? ഒരു എണ്ണമാണ് പറഞ്ഞേക്കണത് അല്ലേ? മൊത്തത്തിലുള്ളൊരു കൗണ്ടാണ് പറഞ്ഞേക്കണത് അല്ലേ? കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിലൊക്കെ എന്താ പറഞ്ഞത്? എത്ര നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൊത്തത്തിലുള്ളൊരു എണ്ണമാണ് തന്നേക്കണത്. അപ്പോൾ അതാണ് നമ്മളുടെ ക്യാപിറ്റൽ എൻ ആയിട്ട് എടുക്കുന്നത്, നമ്പർ, ടോട്ടൽ നമ്പർ. അപ്പോൾ അതാണ് നമ്മുടെ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്? 2500. ഇനി ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെച്ചാൽ എന്താണ്? 40% എന്നാണ്. 40% ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ അതാണ് നമ്മുടെ പിയുടെ വാല്യൂ. ഇതിനു മുമ്പുള്ള പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, പേഴ്സൻ്റ് എന്ന് കാണുകയാണെങ്കിൽ അത് പിയുടെ വാല്യൂ ആണ്. നമ്പർ ഓഫ് സക്സസ് ആണ് ആ പറയണത്. അപ്പോൾ 40% ഓഫ് സ്വീറ്റ്സ് ആർ റെഡ് എന്ന് പറഞ്ഞേക്കണതാണ് സക്സസ് ആയേക്കണ കേസുകൾ, നമുക്ക് തന്നേക്കണ എണ്ണം. അപ്പോൾ പിയുടെ വാല്യൂ എത്രയാണ്? 40% ആയത് കാരണം 100 ചെയ്യണം. വെറുതെ 40 ആയിരുന്നെങ്കിൽ നമുക്ക് 40 എന്ന് എഴുതാം. ഇത് 40% എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിനെ നമ്പർ ആക്കണം. 40/100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/5 എന്ന് കിട്ടും. പിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 1 - p = 1 - 2/5. 1 - 2/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ക്യൂയുടെ വാല്യൂ 3/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ക്യൂയുടെ വാല്യൂ 3/5 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് കേസ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്? എക്സാക്ട്ലി 2 റെഡ് സ്വീറ്റ്സ്. എന്താണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞേക്കണത്? എക്സാക്ട്ലി 2 റെഡ് സ്വീറ്റ്സ്. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി ഇതിനു മുമ്പ് നമ്മൾ ബൈനോമിയലിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുവർ ആയിട്ടുള്ള കേസാണ് അല്ലേ? അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എഴുതാൻ നേരത്തെ എങ്ങനെ എഴുതും? P(x) = 2 ഷുവർ ആയിട്ടുള്ള കേസാണ്. ഉറപ്പായിട്ടും 2 എണ്ണം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ P(x) = 2 അല്ലേ? ഇനി അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത്? P(x) = 2 എന്ന് പറയുമ്പോൾ NC2 അല്ല, ഫോർമുല NCx ആണ്. അപ്പോൾ ഇവിടെ NC2 P(2) Q(n-2) എന്ന് വരും. എന്നിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തേക്കണത്? 5 അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു 5 എണ്ണമാണ് വിറ്റത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5. ഇവിടെ എഴുതാൻ നേരത്ത് 5C2 × P. പിയുടെ കേസ് എത്രയാണ് ഇവിടെ പറഞ്ഞേക്കണത്? 2/5. 40% 2/5. 2/5 എത്രയാണ്? 2 × Q. ക്യൂയുടെ വാല്യൂ എത്രയായിരുന്നു? 3/5. 1 - p 3/5. 3/5 എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 5. 5 - 2 എത്രയാണ്? 3 എന്ന് കിട്ടും. ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ 5 × 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ × 2/5 എന്ന് പറയുമ്പോൾ 2 2s are 4, 5 5s are 25. അടുത്തത് ഇവിടെ 3/5 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 3 3s are 9, 9 3s are 27. അടുത്തത് 5 5s are 25. 25 × 5 125.
ഇനി ഫാക്ടോറിയൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 വരെ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ 5 - 2 3 അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ ഒരു 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാനാണ് ഞാനങ്ങനെ ചെയ്യണത്. ഇവിടെ എന്താണ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. ഈ 3 ഫാക്ടോറിയലും ഈ 3 ഫാക്ടോറിയലും ക്യാൻസലായിപ്പോയി. ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് 4/25 ഇൻറ്റു 27/125. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 216 ബൈ എത്രയാണ് താഴത്ത് 25 ഇൻറ്റു 125 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 625 കിട്ടും. ഇതാണ് പി ഓഫ് എക്സാക്ട്ലി 2 റെഡ് സ്വീറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞേക്കണത്? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളോട് എന്താണ് നമ്പർ ഓഫ് ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഔട്ട് ഓഫ് 2500 സച്ച് ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ഡു യു എക്സ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്പർ ഓഫ് പാക്കറ്റ്സ് എക്സാക്ട്ലി 2 എന്ന് പറഞ്ഞുകൂടെ നമ്മളൊരു സ്റ്റെപ്പ് എഴുതി കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പാക്കറ്റ്സ് എക്സാക്ട്ലി 2. അപ്പോൾ എത്രയാണ്? n ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഇപ്പം എന്തെന്ന് വരും? എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2500 ഇൻറ്റു പി ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 216 ഇൻറ്റു 625. പി ഓഫ് എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇത്രയും ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചത് പി ഓഫ് എക്സ് ആണ്. എക്സാക്ട്ലി 2 റെഡ് ഇത് ചെയ്തത്. ഇനി ഹൗ മെനി എന്ന് ചോദിച്ചേക്കണ കൊണ്ടാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 864 എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് കേസ് എന്താണ് പറഞ്ഞേക്കണത്? മോർ ദാൻ റെഡ് സ്വീറ്റ്സ്. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് കേസിലും നമ്മൾ ചെയ്യണത്. മോർ ദാൻ റെഡ് സ്വീറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. മോർ ദാനും അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റിൻ്റെയൊക്കെ കഥകൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി മോർ ദാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കും. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ സൈൻ കൊടുക്കും. ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോഴും എന്താണ്? ഇതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ കൊടുക്കും. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ കൊടുക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച പ്രോബ്ലത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ കൊടുക്കും. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് ദാൻ കൊടുക്കും. മോർ ദാൻ പറയുമ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ കൊടുക്കും. ലെസ് ദാൻ പറയുമ്പോൾ ലെസ് ദാൻ സൺ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മോർ ദാൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കണത്? മോർ ദാൻ 4 റെഡ് സ്വീറ്റ്സ് എന്നാണ് പറഞ്ഞേക്കണത്. മോർ ദാൻ 4 റെഡ് സ്വീറ്റ്സ് എന്നാണ് സെക്കൻഡ് കേസിൽ പറഞ്ഞേക്കണം. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 എണ്ണവും കണ്ടുപിടിക്കണം. അതായത് നമുക്കിവിടെ എത്രയാണ് സ്മോൾ എന്ന് പറഞ്ഞേക്കണത്? 5 ആണ്. അപ്പോൾ നമ്മൾ 4ൻ്റെ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം, 5യുടെ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കണം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 കണ്ടുപിടിക്കണം. ഇനി ഇത് അറ്റ്ലീസ്റ്റിൻ്റെ കേസ്. അറ്റ്മോസ്റ്റ് ആണെങ്കിൽ നമ്മൾ 0 തൊട്ട് എത്ര നമ്പർ വരെയാണ് പറഞ്ഞേക്കണത് ആ നമ്പർ വരെ ചെയ്യും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 4 ആണ് പറഞ്ഞേക്കണമെങ്കിൽ 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ഈക്വൽ ടു 3, പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് അറ്റ്മോസ്റ്റ് പറയുമ്പോൾ നമ്മൾ ചെയ്യും. അറ്റ്ലീസ്റ്റ് ആവുമ്പോൾ ഇത്രയും. നമ്മുടെ സ്മോൾ n 5 ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 5 വരെ ചെയ്തത്. ഇനിയിപ്പോൾ സ്മോൾ n 6 ആയിരുന്നെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 5ഉം എക്സ് ഈക്വൽ ടു 6ഉം ചെയ്യണം. ഓക്കെ. ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഫസ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 നമ്മൾ മറ്റേ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുക. ഏത്? എൻ സി. ഞാനിവിടെ തന്നെ ഇക്വേറ്റ് ചെയ്ത് ചെയ്യണതാണ് കേട്ടോ. എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? NC4. എന്നിൻ്റെ സ്ഥലത്ത് ഞാൻ 5 എഴുതുകയാണ്, ഡയറക്റ്റ് എഴുതുകയാണ്. 5C4 ഇൻറ്റു പി റേസ് ടു 4, അതായത് 2/5 റേസ് ടു 4 ഇൻറ്റു അടുത്ത ക്യൂ റേസ് ടു n-6, അതായത് 3/5 റേസ് ടു 5-4 പ്ലസ് ഇവിടെ അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ എന്താണ്? 5C5 ഇൻറ്റു 2/5 റേസ് ടു എത്രയാണ്? 2/5 റേസ് ടു 5 എന്ന് വരും.
2/5 ഇൻറ്റു ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മറ്റേ സെക്ഷനിൽ നമ്മളൊരു ഫോർമുല പറഞ്ഞായിരുന്നല്ലോ, അത് ഉപയോഗിച്ചാലും മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് p⁻n രണ്ടും 5cn വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള 5c5 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പ വഴിയാണ് p⁻n, പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെന്ന് വരും? 2/3n. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 5. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 272/3175 എന്നാണ് കിട്ടുന്നത്. 272/3125 എന്ന് കിട്ടും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 5c4 വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. 5 into 4 കോമ്പിനേഷൻ്റെ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുമ്പോൾ 1 into 4 5 ഓപ്പൺ ചെയ്യുമ്പോൾ 5 into 4 into 3 into 2 into 1 ആണ്. പക്ഷേ 4 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ 5 കിട്ടും. ഇവിടുത്തെ ആൻസർ 5 into 2/5 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ഇത്രയും കിട്ടും. ഇനി എന്താണ്? ഹൗ മെനി അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് മോർ ദാൻ 5 റെഡ് മോർ ദാൻ 4 റെഡ് സ്വീറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും? n ഇൻറ്റു മോർ ദാൻ എത്രയാണ്? 4 സ്വീറ്റ്സ്. ഇവിടെ n ഇൻറ്റു p(x). അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2500. അപ്പോൾ 2500 ഇൻറ്റു എത്രയാണ് നമുക്ക് ഇവിടുത്തെ p(x) കിട്ടിയത്? 272/3125. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 218 കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം. ഈ വീഡിയോ കണ്ടു നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പിലൂടെ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിലൂടെ ഞാനത് പറഞ്ഞു തരാം.